മലയോര മേഖലയിൽ കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ജനങ്ങളുടെ ജീവനും കൃഷിക്കും ഭീഷണിയാകുകയാണ്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ കൊട്ടിയൂർ പാലുകാച്ചിൽ വൈദ്യുതിവേലി സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ലക്ഷ്യം കണ്ടില്ല. കാട്ടാനക്കൂട്ടം ഈ പ്രദേശങ്ങളിൽ നിരന്തരമായ നാശനഷ്ടം ഉണ്ടാക്കുകയാണ്. വനപാലകർ എത്തുന്നുണ്ടെങ്കിലും ആനകളെ ഓടിക്കാനാവാതെ അവരും നിസ്സഹായരാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിപ്പോൾ ഒരു മാസത്തോളമായി ഈ ഒരു ഒറ്റ കൊമ്പൻ ഇവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. ഇതിനിപ്പോൾ കുറേ ദിവസങ്ങളായി ഇപ്പോൾ ഈ ഫോറസ്റ്റ് അധികാരികൾ ഇവിടെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടിയായിട്ട് രാത്രി വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇവർ പടക്കം പൊട്ടിച്ച് ഓടിച്ചു വിടുന്നത് വലിയ കുന്നിൻ്റെ മുകളിലേക്കാണ്. ശരിക്കും കുന്നിൻ്റെ മുകളിൽ ആനയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ആന വൈകുന്നേരം ആകുമ്പോൾ വെള്ളം കുടിക്കാൻ വീണ്ടും താഴോട്ടിറങ്ങി വരും. ഇവിടെ കൃഷിയിടങ്ങളിൽ വാഴയുണ്ട്, അതെല്ലാം നശിപ്പിക്കും. ഇതിനെ എത്രയും പെട്ടെന്ന് നല്ല വലിയ റിസർവ് ഫോറസ്റ്റിലേക്ക് ഓടിച്ചു വിടണം. ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരുടെ ആവശ്യം. റിസർവ് ഫോറസ്റ്റിൽ ഈ ആനയ്ക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അവിടെ തീറ്റയുള്ള ഭാഗത്തേക്ക് കയറ്റി വിടാതെ തീറ്റ ഇല്ലാത്ത ഭാഗത്തേക്ക് ആനയെ കൊണ്ടുവിട്ടിട്ട് കാര്യമില്ല. ഇവർ വിളക്കുന്നൽ എന്ന് പറഞ്ഞാൽ ആ തണ്ടിൻ്റെ ആ കുന്നിൻ്റെ മുകളിലേക്ക് ആനയെ പടക്കം പൊട്ടിച്ച് കയറ്റി വിടുന്നത്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. രാത്രി 10 മണിയാകുമ്പോഴത്തേക്ക് ആന വീണ്ടും തിരിച്ചുവിടെത്തും. അത് ഒരു കാരണവശാലും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആനയെ ഓടിച്ചു വിടാൻ പറ്റുന്ന നല്ല അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ഓടിക്കും. ഇത് ഇവിടുത്തെ മാസ്റ്റർമാരൊന്നും ഓടിച്ച് ആനനെ പടക്കം പിടിച്ച് കയറ്റി വിട്ടിട്ട് എന്ത് കാര്യം? ഇത് ശരിക്കും പറഞ്ഞാൽ അതിന് നല്ല പ്രാക്ടീസ് കിട്ടിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ആനനെ ഓടിച്ച് കയറ്റിവിട്ടാൽ മാത്രമേ ആന അപ്പുറം കടന്നു പോവുള്ളൂ. കാടിറങ്ങിയെത്തുന്ന കാട്ടാനകൾ സന്ധ്യ മയങ്ങുന്നതോടെ വീട്ടുമുറ്റങ്ങളിൽ വരാൻ എത്താൻ തുടങ്ങിയതോടെ മാസങ്ങളായി പ്രദേശവാസികളുടെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും കാട്ടാനശല്യം പരിഹരിക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നുമാണ് വീട്ടമ്മമാർ ഉൾപ്പെടെ പറയുന്നത്. ഇത് മാസങ്ങളോളമായി ഇത് ആനയായിട്ടും കടുവയായിട്ടും പുലിയായിട്ടൊക്കെ ഇവിടെ ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ ഉറക്കം പോയിട്ട് മാസങ്ങളായി. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി നിങ്ങൾ കാണിച്ചു തരണം. അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞങ്ങൾ ഇവിടെ ഉപജീവന മാർഗം കഴിയുന്നവരാ, തൊഴിലുറപ്പുമായിട്ട് കഴിയുന്നവരാ. അപ്പം ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒരു വരുമാനം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കൊരു സർക്കാർ ശമ്പളക്കാരില്ല, അതുപോലെ തന്നെ കൂലിപ്പണി എടുത്ത് കൊണ്ടുതരാൻ ആൾക്കാരില്ല, ഇതൊന്നുമില്ല. അപ്പം ഞങ്ങൾ സ്വയം പണിയെടുത്തിട്ടാണ് ഞങ്ങൾ തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പറമ്പിലുള്ള കിട്ടുന്ന വരുമാനം, വാഴയായാലും കപ്പയായാലും ചേന ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇതെല്ലാം നട്ടാലും ഞങ്ങൾക്ക് കിട്ടാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു പ്രതിവിധി കാണിച്ചു തരണം. കാര്യം ഫോറസ്റ്റുകാർ ഇന്ന് രാവിലെ വെളുപ്പിന് ഇവിടുന്ന് പോയത്, അവർ ഇന്ന് പോയി 10 മിനിറ്റ് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഇവിടുന്ന് ആന കയറാൻ തുടങ്ങി. അവർ വരുന്നുണ്ട്, ഡെയിലി വരുന്നുണ്ട്. അവർ വന്ന് പടക്കം പൊട്ടിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ മിനിങ്ങാന്ന് വന്ന് രാത്രി 8:30 കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വന്ന് 2 വീട്ടുകാർക്ക് ഞങ്ങൾക്ക് പടക്കം തന്നിട്ട് പോയി. ഇത് പടക്കം തന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിക്കാൻ ആളുമുണ്ട്. ഇത് അവർ ആമ്പിള്ളേർ പോലും ഇല്ലാത്ത വീട്ടിലെ ഈ പടക്കം തന്നേച്ച് പോയിരിക്കുന്നത്. അപ്പം എന്നാലും ഞങ്ങൾ പൊട്ടിച്ചു കേട്ടോ. ഞങ്ങൾ 2 വീട്ടുകാർ പൊട്ടിച്ചിട്ടുണ്ട് പടക്കം. ഇപ്പം നമ്മുടെ മുന്നേ വന്നാലും കാണുമല്ലോ. ഒന്നാമത് നമുക്കൊരു ലൈറ്റ് ഇല്ല. ഈ കറണ്ടിന്റെ ഈ ലൈറ്റ് ഞങ്ങൾ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ആന വന്നപ്പോൾ പുലി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ ലൈറ്റ് ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞു. ആ ലൈറ്റ് ഇവിടെ ഓൾറെഡി ഉണ്ട്, ബൾബും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് ഒന്ന് ഫിറ്റാക്കി തന്നാൽ മാത്രം മതി എന്ന് തോന്നുന്നു. അതിനെന്താ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അത് പഞ്ചായത്ത് പ്രസിഡന്റ് 2 ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇതൊരു ആന വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് അടിച്ച് പുറത്തിറങ്ങണ്ടേ? ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ പുറത്തിറങ്ങണ്ടേ? ഈ ആന വന്ന് നമ്മുടെ മുറ്റത്ത് നമ്മുടെ മുന്നേ വന്നു നിന്നാലും നമ്മൾ അറിയൂല. ആന ഇങ്ങനെ ഇറങ്ങി ശല്യം ചെയ്യുന്നത് കുഞ്ഞു മക്കളും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ താമസിക്കുന്നതാണ്. ഞങ്ങൾക്ക് വെള്ളം തിരിക്കാൻ പോകാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ പറമ്പിലെ ആദായങ്ങളെല്ലാം നശിപ്പിക്കുവാണ്. ഒരാഴ്ചയായി ഞങ്ങൾ ഉറങ്ങിയിട്ട്. ഫോറസ്റ്റുകാർ അവർ നല്ല സഹകരണമാണ് എല്ലാവരും. പക്ഷേങ്കിൽ അവർ വരുമ്പോഴത്തേക്ക് ആന എങ്ങോട്ടേലും മാറി നിൽക്കും. അവർ പോയി കഴിയുമ്പം പിന്നെ ഇറങ്ങും. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ നിട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാനോ വീട് വയ്ക്കാനോ എന്നുള്ള ഒരു സാമ്പത്തികം ഞങ്ങൾക്കില്ല. ലീലാമ്മ കണിയാഞ്ഞാലിൽ, സിനു ചെറുവിടയിൽ, ഓമന വാഴക്കാലയിൽ, അനിൽ നന്ദ്യാട്ട്, പുതനപ്ര ബെന്നി, അറക്കൽ ബേബി തുടങ്ങിയ കർഷകരുടെ കൃഷിയിടത്തിലെത്തിയാണ് കാട്ടാനകൾ വാഴ, കവുങ്ങ്, കൊക്കോ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചത്. ഹൈവിഷൻ ന്യൂസ്, കേളകം.